പലതരം അഴിമതികളെക്കുറിച്ചും തട്ടിപ്പുകളെക്കുറിച്ചും വെട്ടിപ്പുകളെക്കുറിച്ചും ഫ്രോഡുകളെക്കുറിച്ചും അതുപോലെ തന്നെ സ്കാമുകളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത്, ഇന്ത്യയിൽ, ഇതിന് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ, കേരളത്തിൽ തന്നെ ധാരാളം അഴിമതി കഥകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലൊക്കെ ലക്ഷങ്ങളും കോടികളും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കേരളത്തിൽ ആദ്യമായിട്ട് 1957 EMS നമ്പൂതിരിപ്പാടിൻ്റെ ഭരണകാലത്ത് ആന്ധ്രയിൽ നിന്ന് അരി ഇറക്കിയത് സംബന്ധിച്ച് ആന്ധ്ര അരി കുംഭകോണം എന്ന പേരിലൊരു വലിയ ആക്ഷേപം, അഴിമതി ആരോപണം ഉയർന്നിരുന്നു. പിന്നീട് അത് PT രാമൻ നായർ എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജി അന്വേഷിച്ചു. അതിൽ ഒഴിവാക്കാമായിരുന്ന നഷ്ടം ഈ ഇടപാടിലൂടെ സംസ്ഥാന സർക്കാരിന് വന്നു എന്ന് കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ സർക്കാർ അതിന്മേൽ വലിയ നടപടികളൊന്നും എടുത്തില്ല. അങ്ങനെ ഒത്തിരി കഥകൾ നമുക്ക് പറയാനുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും പുതിയ ഒരു തട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുക. അത് വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. ഇതുവരെ നടന്നിട്ടുള്ള സകലമാന തട്ടിപ്പുകളെയും വെട്ടിപ്പുകളെയും ഒക്കെ നിഷ്പ്രഭമാക്കുന്ന ഒന്ന്. ലോകം മുഴുവൻ നമ്മളൊക്കെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഇതിഹാസ ഫുട്ബോൾ താരം മെസ്സി അടങ്ങുന്ന അർജൻറ്റീന ടീം കേരളത്തിൽ വന്ന് കളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ നടത്തിയൊരു വലിയ വെട്ടിപ്പിൻ്റെ, അല്ലെങ്കിൽ സംഘടിതമായ ആസൂത്രിതമായ ഒരു തട്ടിപ്പിൻ്റെ കഥയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിലൊന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. അതിലെ സ്പോർട്സ് മന്ത്രിയാണ് വി അബ്ദുറഹ്മാൻ. രണ്ടാമത്തെ പ്രതി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർത്താ ചാനൽ നടത്തുന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി. ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ മുൻ സംസ്ഥാന സർക്കാരും വി അബ്ദുറഹ്മാനും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുമൊക്കെ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. 2023 ജൂലൈ മാസത്തിലാണ് നമ്മുടെ അബ്ദുറഹ്മാൻ സാഹിബ്, അദ്ദേഹം സ്പോർട്സിനെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു വലിയ പ്രഖ്യാപനം കേരളത്തിന് മുമ്പിൽ നടത്തിയത്. കേരളത്തിലേക്ക് മെസ്സി വരുന്നു. മറ്റാരുമല്ല, മെസ്സി സാക്ഷാൽ ഫുട്ബോളിൻ്റെ മിശിഹ. അദ്ദേഹം അടങ്ങുന്ന അർജൻറ്റീന ടീം കേരളത്തിൽ കളിക്കാൻ വരുന്നു. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ പറഞ്ഞല്ലോ, മെസ്സി എന്ന് പറഞ്ഞാൽ മരിക്കാൻ തയ്യാറാവുന്ന ആരാധകരുള്ള സ്ഥലമാണ് കേരളം. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഫുട്ബോൾ പ്രേമികൾ നമ്മുടെ മന്ത്രിയുടെ ഈ പ്രഖ്യാപനം കേട്ട് കോരിത്തെരിച്ചു, ആവേശം കൊണ്ടു. മെസ്സി വരുന്ന ദിവസം ഒന്ന് എത്തിയിരുന്നെങ്കിൽ. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. പിന്നീട് കാര്യങ്ങളങ്ങനെ മുന്നോട്ട് നീങ്ങി. മെസ്സി വരികയല്ലേ, അതിനു വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ് വേണമല്ലോ. അതിനായിട്ടൊരു സ്പോൺസറെ കണ്ടെത്തുന്നു. സ്പോൺസർ 126 കോടി രൂപ, അന്നത്തെ 1.5 കോടി അമേരിക്കൻ ഡോളർ. ഇപ്പോൾ 126 കോടിയല്ല, അതിനേക്കാൾ മൂല്യം വരും, 1.5 കോടി US ഡോളറിന്. അത് അർജൻറ്റീനയിലെ ഫുട്ബോൾ അസോസിയേഷൻ കൊടുത്തു ഫീസായിട്ട്. അവരുടെ ടീം ഇവിടെ വന്ന് കളിക്കുമ്പോൾ അതിന് നമ്മൾ പ്രതിഫലം കൊടുക്കണമല്ലോ. ഇതോടെ ഇവിടുത്തെ മെസ്സി ആരാധകർ, അർജൻറ്റീനയുടെ ആരാധകർ, അല്ലെങ്കിൽ ഫുട്ബോൾ പ്രേമികളെല്ലാവരും, ഇവിടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ ആരാധിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ ഓരോ കളിക്കാർക്കും ഇവിടെ ആരാധകരുണ്ട്. പക്ഷേ കേരളത്തിലെ മുഴുവൻ ഫുട്ബോൾ ആരാധകരും ഈ തുക കൈമാറ്റം ചെയ്തു എന്ന് കേട്ടതോടെ 100% വിശ്വാസത്തിലായി. 126 കോടി രൂപ അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ വാങ്ങിച്ചെങ്കിൽ അത് ടീമിനെ അയക്കാനാണല്ലോ. അപ്പം ടീം വരുമല്ലോ, അതിന് വരെ പ്രശ്നമൊന്നുമില്ലല്ലോ. എല്ലാവരും അങ്ങനെ ആഗ്രഹിച്ചു. ഇതിനിടയ്ക്ക് സ്പോൺസർക്ക്, അതായത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന് പറയുന്ന സ്പോൺസർ, നമ്മുടെ GCDയുടെ ഉടമയിലുള്ള എറണാകുളത്തെ നെഹ്റു സ്റ്റേഡിയം, അവിടെയാണ് കളി നടക്കുന്നത്, വെന്യൂ എറണാകുളം, അത് കൈമാറി ആർക്ക്? ഈ സ്പോൺസർക്ക്, അതിൻ്റെ റിനോവേഷൻ നടത്തുന്നതിന് വേണ്ടി. അതിൻ്റെ ധാരാളം ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ചിലരൊക്കെ നെഹ്റു സ്റ്റേഡിയത്തിലൂടെ നടക്കുന്നത് കണ്ടാൽ, ഈ റിനോവേഷൻ സംബന്ധിച്ച കാര്യങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുമ്പോൾ മൈതാനത്തോട് നടക്കുന്നത് കണ്ടാൽ നെഹ്റു സ്റ്റേഡിയം നമ്മൾ വാങ്ങിച്ചു, സ്വന്തമാക്കി എന്ന് തോന്നിപ്പോകുമായിരുന്നു. പിന്നെ സ്റ്റേഡിയം കൈമാറി 126 കോടി രൂപ കൊടുത്തു അസോസിയേഷന്. അപ്പോൾ ഇനി എന്ന് വരും, എന്നാണ് ആ തീയതി, മെസ്സി വരുന്ന ദിവസം, അത് എന്നാണ്? ആ ഒരു കാത്തിരിപ്പിലായിരുന്നു കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ.
പക്ഷേ മെസ്സി വന്നില്ല, മെസ്സി വരാനും പോകുന്നില്ല. 2025 ഒക്ടോബറിൽ നമ്മുടെ അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞു, ക്ഷമിക്കണം, മെസ്സി വരുന്നില്ല, അർജൻറ്റീനയുടെ ടീം വരുന്നില്ല. അതിൻ്റെ പിന്നിൽ നടന്ന തട്ടിപ്പുകളാണ് സംസ്ഥാന കായിക വകുപ്പിൻ്റെ സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ട് കായിക മന്ത്രി OJ ജനീഷിന് കഴിഞ്ഞ ദിവസം കൈമാറി. അദ്ദേഹം ഇന്ന് ഡൽഹിയിൽ പറഞ്ഞത് ഇത് മുഖ്യമന്ത്രിക്ക് കൈമാറും, ഇതിൻ്റെ വിശദമായ അന്വേഷണങ്ങൾ നടക്കും എന്നാണ്. 2023 ജൂലൈയിലാണ് നമ്മുടെ അബ്ദുറഹ്മാൻ സാഹിബ് ഈ പ്രഖ്യാപനം നടത്തിയെന്ന് പറഞ്ഞല്ലോ. ആ മാസം തന്നെ ഗോട്ട് ആർട്ട് ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു കമ്പനി സംസ്ഥാന സർക്കാരിന് ഒരു കത്തെഴുതുന്നു. ഞങ്ങളിതിൻ്റെ ചിലവുകളെല്ലാം വഹിക്കാം, ഞങ്ങളതിൻ്റെ സ്പോൺസറായിക്കൊള്ളാം. അപ്പോൾ പിന്നെ ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടില്ലല്ലോ. ചേട്ടാ, ഒരു കമ്പനി വന്നിരിക്കുകയാണ് അതിൻ്റെ ചിലവുകൾ മുഴുവൻ വഹിക്കാൻ വേണ്ടി. പക്ഷേ ഈ ഗോട്ട് കമ്പനി സംസ്ഥാന സർക്കാരിന് കത്തെഴുതുന്നതിന് 20 ദിവസം മുമ്പ് ഉണ്ടാക്കിയതാണ്. ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണ്. രജിസ്ട്രേഷൻ കഴിഞ്ഞ് വെറും 20 ദിവസത്തിന് ശേഷമാണ് ഈ ഗോട്ട് ആർട്ട് ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനി സംസ്ഥാന സർക്കാരിന് ഈ ദൗത്യം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കത്തയക്കുന്നത്. ആലോചിച്ച് നോക്കണം, ചെറിയ കാര്യം വല്ലതും ആണോ? അർജൻറ്റീനയെപ്പോലൊരു ടീം അന്ന് ലോക ചാമ്പ്യൻസാണ്, മെസ്സി വരുന്നു, അപ്പോൾ കളിക്കാൻ മറ്റൊരു ടീം, തത്തുല്യമായൊരു ടീമിനെ സംഘടിപ്പിക്കണം. എത്ര കോടി രൂപയുടെ, മില്യൺസിൻ്റെ, 1-2 ലക്ഷമോ കോടിയോ അല്ല, മില്യൺസിൻ്റെ ചിലവ് വരുന്ന ഒരു വലിയ സംരംഭം. അത് ഏറ്റെടുക്കാൻ ഈ 20 ദിവസം മുമ്പ് രജിസ്റ്റർ ചെയ്ത കമ്പനി തയ്യാറായിരിക്കുക. പിന്നീടാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വരുന്നത്. ഇപ്പോൾ ഈ പരിശോധന നടക്കുമ്പോൾ ഗോട്ട് ആർട്ട് ഗ്ലോബലിൻ്റെ അന്നത്തെ കത്തിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് അത് പരിശോധിച്ചപ്പോൾ ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ അതേ അഡ്രസ്സാണ്. ഈ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന് പറയുന്ന അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ആൻഡ്രൂ അഗസ്റ്റിൻ, പ്രമാദമായ മുട്ടിൽ മരം മുറി കേസിലെ പ്രതിയാണ്. കുറച്ചു കാലം ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. പിന്നീട് അദ്ദേഹവും സഹോദരന്മാരും ചേർന്ന് ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വാങ്ങിച്ചതും റിപ്പോർട്ടർ വാർത്താ ചാനൽ അവർ നടത്താൻ തുടങ്ങിയതും. ഇപ്പോൾ ഈ അന്വേഷണം നടന്നപ്പോൾ ഈ ഇടപാടുകളെക്കുറിച്ചുള്ള അത്ഭുതകരമായ, ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് നടന്നത്. പല ഇടപാടുകൾ നടന്നതായിട്ട് അവർ പറയുന്നു. ഒന്നിനും ഒരു രേഖയുമില്ല, കൈരേഖ മാത്രമേ ഉള്ളൂ, വേറെ ഒരു രേഖയും കാണിക്കാനില്ല. ഇപ്പോൾ ഈ 126 കോടി രൂപ അർജൻറ്റീന അസോസിയേഷന്, ഫുട്ബോൾ അസോസിയേഷന് കൊടുത്തു. അപ്പോൾ അതിന് രേഖ വേണ്ടേ? ബാങ്ക് വഴിയാണേ ബാങ്ക് വഴി, മണി ഓർഡർ അയച്ചതാണേ മണി ഓർഡർ, ഇനി ഗൂഗിൾ പേ ചെയ്തതാണേ ഗൂഗിൾ പേ. എന്തെങ്കിലും ഒരു രേഖ വേണമല്ലോ, ഒരു രേഖയുമില്ല. അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി വഴിയാണ് ഈ പണം അവിടെ എത്തിച്ചതെന്നാണ്. ഈ ഏജൻസിയോ അവിടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കുള്ള അന്വേഷണം നേരിടുന്ന ഒരു കമ്പനിയാണ്. അതുവഴിയാണ് ഇവിടെ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ ഈ പണം എത്തിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് അനുമതി വേണം. അങ്ങനെ വിദേശത്തുള്ള ഒരു ഏജൻസി വഴി പണം അയക്കണമെങ്കിൽ അതിന് അനുമതി വേണം. അപ്പോൾ ഇവരെ സ്പോൺസർമാർ സംസ്ഥാന സർക്കാർ വഴി കേന്ദ്രത്തോട് അനുമതി ചോദിച്ചു. കേന്ദ്രം അനുമതി കൊടുത്തു. സംസ്ഥാന ഗവൺമെൻറ്റല്ലേ ചോദിക്കുന്നത്, അവരാണ് പറയുന്നത് ഈ കമ്പനിക്ക് അനുമതി കൊടുക്കണമെന്ന്. അങ്ങനെ അനുമതി കൊടുത്തു. ഇതേതായി കമ്പനി? അതിനെക്കുറിച്ച് ഇപ്പോഴും വലിയ ദുരൂഹതകൾ നിലനിൽക്കുകയാണ്. ഇവിടെ വന്ന് കളിക്കാമെന്ന് സമ്മതിച്ചുകൊണ്ടുള്ള യാതൊരു അറിയിപ്പുകളും അല്ലെങ്കിൽ രേഖകളും അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനിൽ നിന്ന് ഇവിടെ വന്നിട്ടില്ല, സർക്കാരിനും വന്നിട്ടില്ല, സ്പോൺസർക്കും അത് കാണിക്കാനില്ല. അതായത് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ പറയുന്നത്, ഞങ്ങൾ നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് മെസ്സി അടങ്ങുന്ന ഞങ്ങളുടെ ഫുട്ബോൾ ടീം കേരളത്തിൽ വന്ന് കളിക്കാൻ തയ്യാറാണ്. ഒന്നുമില്ല, രേഖയൊന്നുമില്ല, ഒന്നിനെക്കുറിച്ചും രേഖയില്ല. ഇത് ഫിഫ അറിയണമല്ലോ, ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഇത് അറിയണമല്ലോ. അർജൻറ്റീനൻ ടീം ഇവിടെ വന്ന് കളിക്കുന്നുണ്ടെങ്കിൽ അവർ അറിയും. അവരുടെ കൂടെ അനുമതി ഇല്ലാതെ പറ്റത്തില്ല, അവരെ അറിയിച്ചിട്ടില്ല. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അവർക്കറിയില്ല, രേഖയില്ല. അന്വേഷണത്തിലൊന്നും കണ്ടില്ല. ഇനി രേഖ ആരെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഈ കായിക വകുപ്പ് സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിൽ ഇതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഈ സാമ്പത്തിക ഇടപാടുകൾക്കൊന്നും ഒരു
സുതാര്യതയില്ല. അതൊക്കെ ചട്ടവിരുദ്ധമായിട്ടാണ് നടന്നിരിക്കുന്നത്. എന്നൊരു സ്പോൺസറെ നിയമിച്ചത് പോലും ചട്ടവിരുദ്ധമായിട്ടാണ്. ഇതുപോലെ ദശലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തുന്ന ഒരു സംരംഭത്തിൻ്റെ സ്പോൺസറെ തീരുമാനിക്കുമ്പോൾ ഒരു ടെൻഡർ വിളിക്കണ്ടായോ? അറിയേണ്ടവരൊക്കെ അറിയണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ലെന്നേ. ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ കായിക വകുപ്പ് അങ്ങ് ചെയ്യുക, മറ്റുള്ളവരെ എല്ലാം ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് അവരങ്ങ് നിർവഹിക്കുക. ഇതിനൊന്നും യാതൊരു രേഖകളോ അല്ലെങ്കിൽ തെളിവുകളോ കാണാനില്ല. ഈ വക കാര്യങ്ങൾക്കെല്ലാം അന്നത്തെ ഇടതുപക്ഷ മുന്നണി സർക്കാർ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അനുമതി നൽകുകയായിരുന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ മന്ത്രിയും സംഘവും സ്പെയിൻ വരെ ഒന്ന് പോയി. അവിടെയാണല്ലോ മെസ്സി ഉള്ളത്. മെസ്സിയൊക്കെ ഒന്ന് കാണാൻ പോയതാ 2024 സെപ്റ്റംബറിൽ. കായിക വകുപ്പിലെ 2 ഉദ്യോഗസ്ഥന്മാരും കൂടെ ഉണ്ടായിരുന്നത്. ഒറ്റയ്ക്കൊന്നുമല്ല പോയത്, 2 പേരെയും കൂടെ കൂട്ടിയാണ് പോയത്. അതിനെത്ര പണം ചെലവഴിച്ചു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. ചിലർ പറഞ്ഞു സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു ചിലവും വന്നിട്ടില്ലെന്ന്. പക്ഷെ പിന്നീട് വിവരാവകാശം അനുസരിച്ച് അന്വേഷിച്ചപ്പോൾ സർക്കാരിന് ചിലവ് വന്നിട്ടുണ്ടെന്ന് തെളിഞ്ഞു. ഇവരവിടെ ചെന്ന് ആരെയൊക്കെ കണ്ടു, എവിടെയൊക്കെ പോയി? ഈ കളിയെക്കുറിച്ച്, വരാൻ പോകുന്ന കളിയെക്കുറിച്ച് മെസ്സിയുമായിട്ടോ മറ്റോ സംസാരിച്ചോ? സ്പെയിനിലാണ് പോയത്, അല്ല അർജൻറ്റീനയിലല്ല. അതിൻ്റെ യാതൊരു രേഖകളുമില്ല. കുറേ ഇമെയിലുകൾ അവിടെ ഇവിടെ ഉണ്ട്, ഓരോന്ന് ചെയ്തതിനെക്കുറിച്ചുള്ള കുറച്ച് മെയിലുകൾ. അതല്ലാതെ ഒരു രേഖയുമില്ല, സർക്കാരിന് ആവശ്യമായ ഒരു രേഖയുമില്ല. ഈ നെഹ്റു സ്റ്റേഡിയം ഇവർക്ക് വിട്ടുകൊടുത്തല്ലോ റിനോവേഷന് വേണ്ടി. അവരാദ്യം ചെയ്തത് അതിന് ചുറ്റുള്ള മരങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞു. മരം കണ്ട ഉടനെ മുറിക്കണം, അതാണ് അതിൻ്റെ ഒരു രീതി. പക്ഷേ സർക്കാരിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി മറ്റൊരാൾക്കൊരു പ്രൈവറ്റ് കമ്പനിക്ക്, സ്വകാര്യ കമ്പനിക്ക് വിട്ടുകൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. അതിന് ബാങ്ക് ഗ്യാരണ്ടി ഇല്ല, ഇൻഷുറൻസ് ഇല്ല. സർക്കാർ പറഞ്ഞു GCDA, അതും LDFിൻ്റെ നിയന്ത്രണത്തിലാണ്. GCDA അങ്ങോട്ട് കൊടുത്തു. ഏത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കയ്യിലോട്ട് കൊടുത്തു, അല്ലെങ്കിൽ സ്പോൺസർ അവർക്ക് കൊടുത്തു റിനോവേഷന് വേണ്ടി. എങ്ങനെയുണ്ട്? ശതകോടികൾ വരുന്ന സ്ഥലമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു വലിയ പ്രോപ്പർട്ടി. അത് ഇൻഷുറൻസോ അല്ലെങ്കിൽ ബാങ്ക് ഗ്യാരണ്ടിയോ ഒന്നും കൂടാതെ നേരെ സ്പോൺസർമാർക്ക് അങ്ങോട്ട് കൊടുക്കുക. ഇത് അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യമാണ്. അതിനൊന്നും രേഖയില്ലെന്നേ. എന്തിനാ രേഖ? നമ്മുടെ ഗവൺമെൻറ് തീരുമാനിക്കുന്നു, നമുക്ക് ഇഷ്ടമുള്ള സ്പോൺസർക്ക് അങ്ങോട്ട് കൊടുക്കുന്നു. ആ സ്പോൺസറാണെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി എങ്ങനെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചാനലിൻ്റെ ഉടമയാണ്. പിന്നെന്തിനാണ് നമുക്ക് ഇൻഷുറൻസ് അല്ലെങ്കിൽ ബാങ്ക് ഗ്യാരണ്ടി? നമ്മൾ 3-ാം തവണ അധികാരത്തിൽ വരാൻ പോവുകയല്ലേ? അബ്ദുറഹ്മാൻ സാഹിബൊക്കെ ജയിച്ച മന്ത്രിയാവാൻ പോവുകയല്ലേ? പിന്നെന്തിനാണ് ബാങ്ക് ഗ്യാരണ്ടി? എന്തിനാ ഉറപ്പ്? പിണറായി വിജയൻ്റെ സർക്കാരല്ലേ എല്ലാ ഉറപ്പുകളും നൽകുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നത്. ഇപ്പോൾ ദാ പിണറായി സർക്കാരും മന്ത്രിയും സ്പോൺസറുമൊക്കെ പ്രതിക്കൂട്ടി നിൽക്കുക. പിണറായി സർക്കാർ ഒരുപക്ഷെ ഇതിൻ്റെ രാഷ്ട്രീയ ലാഭവും ചിന്തിച്ച് കാണും. തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് മെസ്സി വന്നാൽ, അർജൻറ്റീനയുടെ ടീം ഇവിടെ വന്ന് കളിച്ചാൽ അതുണ്ടാക്കാവുന്നൊരു മൈലേജ് ഉണ്ടല്ലോ, പൊളിറ്റിക്കൽ മൈലേജ്. മെസ്സിയെ ഇവിടെ കൊണ്ടുവന്ന ഗവൺമെൻറ് ആ ഊറ്റം പറച്ചിലാണ് അബ്ദുറഹ്മാനും പിണറായി വിജയനും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതായിരുന്നു ഒരു ലക്ഷ്യം. പിന്നെ ഇതിൻ്റെ പിന്നിലെ സാമ്പത്തികമായ കാര്യങ്ങൾ. ഇപ്പോൾ കേരള സർക്കാർ അന്വേഷണം, കൂടുതൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞിരിക്കുക. പക്ഷേ ഇതിനകത്ത് ഈ ഇടപാടിൽ വിദേശ നാണ്യ ചട്ടങ്ങളുടെ ലംഘനം നടന്നിട്ടുണ്ടോ? കള്ളപ്പണം വെളുപ്പിക്കലുമായിട്ട് എന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? ഈ അമേരിക്കൻ കമ്പനി വഴി അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷന് പണം കൊടുത്തുവെന്ന് പറയുന്നതിൽ എന്തെങ്കിലും തിരിമറികളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമലംഘനമോ ചട്ടലംഘനമോ ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇതിലെ അഴിമതിയുടെ ആസ്പെക്റ്റ് വിജിലൻസ് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ടൊരു തുറന്ന രേഖയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മളെ ഏതാണ്ട് 2.5 വർഷം പറഞ്ഞു പറ്റിച്ചതിൻ്റെ തട്ടിപ്പ് കഥ
കോടാനുകോടി രൂപയുടെ ഇടപാടുകൾ അതെങ്ങനെ നടന്നു? നിയമപരമായിട്ടാണോ? ഈ 126 കോടി രൂപ അസോസിയേഷൻ, അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ നൽകിയതാണോ? അത് ഈ അമേരിക്കൻ കമ്പനി വഴിയാണോ? അത് നിയമപരമാണോ? മൈതാനം റിനോവേഷന് വേണ്ടി വിട്ടുകൊടുത്തത് അത് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണോ? നിങ്ങൾക്ക് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ അവരെ കളിക്കാൻ വരാമെന്ന്? ഫിഫയുടെ, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഇവരുടെയൊക്കെ അനുമതിയുണ്ടോ? ഇതെല്ലാം അന്വേഷണത്തിന് വിധേയമാകേണ്ട കാര്യങ്ങളാണ്. ഒന്നാലോചിച്ച് നോക്കി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ആവർത്തിക്കുക. തട്ടിപ്പറ്റി അത്ര നവീനമായ ഒരു ആശയമാണ് ഇപ്പോൾ ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത്. കേരളത്തെ മുഴുവൻ ഒരു വാഗ്ദാനത്തിൻ്റെ മുമ്പിൽ മയക്കി നിർത്തിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് മെസ്സി കേരളത്തിൽ വരുമ്പോൾ മെസ്സിയുടെ കളി കാണാൻ, അദ്ദേഹം ഒരു ഗോളടിക്കുന്ന നിമിഷത്തിന് സാക്ഷിയാവാൻ. അങ്ങനെ നമ്മെ പറഞ്ഞു പറ്റിച്ച് നമ്മുടെ ഫുട്ബോൾ പ്രേമം, ഫുട്ബോളിനോടുള്ള നമ്മുടെ അഭിനിവേശം അതിനെ മുതലെടുക്കാൻ, മെസ്സി എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ആരാധനയെ മുതലെടുക്കാൻ, അതുവഴി സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ, അതുവഴി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ നടത്തിയ ശ്രമം. കാത്തിരിക്കാം, അന്വേഷണം നടക്കും. ഇനി എന്തൊക്കെ രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന് അപ്പോൾ നമുക്ക് അറിയാം.